നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മലയാളത്തിൽ കുറെ അത്ഭുത സിനിമകൾ സംഭവിച്ചിരുന്നു. ഏറ്റവും അവസാനമായിട്ട് റിലീസ് ചെയ്ത സിനിമ ബറോസ് എന്ന് പറയുന്ന സിനിമയും ഒരു റെക്കോർഡ് ഇടാനായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ റെക്കോർഡ് എന്ന് പറയുന്നത് അത്ര പോസിറ്റീവായിട്ടുള്ള റെക്കോർഡല്ല. ഈ വർഷം ഇറങ്ങിയ ചിത്രങ്ങളിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ മലയാള സിനിമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തിവെച്ച സിനിമകളുടെ എണ്ണത്തിൽ 1ാം സ്ഥാനത്തേക്ക് മാറാനുള്ള സാധ്യത ബറോസ് കാണുന്നുണ്ട്. എന്ത് തന്നെയായാലും സിനിമയ്ക്ക് വലിയ പ്രൊമോഷനോ അല്ലെങ്കിൽ വലിയ പ്രൊമോഷൻ ഉണ്ടായിരുന്നു, വലിയ പ്രതീക്ഷയൊന്നും ഫാൻസുകാർക്കിടയിൽ ഉണ്ടാവാതിരുന്നതുകൊണ്ട് തന്നെ അവർ വലിയ നിരാശയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെയായാലും ഈ സിനിമയ്ക്ക് ആ രീതിയിലുള്ളൊരു റെസ്പോൺസ് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും കിട്ടിയത്. ആദ്യ ദിവസത്തെ കണക്കുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള ദിവസത്തെ കണക്കുകൾ കൂടി ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ കമന്റുകൾ താഴെ വരുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ട് ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ പേര് മാറ്റുന്ന കാര്യം അത് ഉടൻ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. പലർക്കും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമുണ്ട്. കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിൽ കൂടുതൽ കിട്ടിയ പേരിനേക്കാൾ നല്ലത് മറ്റു പല പേരുകളൊക്കെയാണെന്നുള്ള കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ തന്ന വാക്ക് ഞാൻ പാലിക്കും. എന്റെ ഭാഗമായിട്ട് അതിനകത്ത് ചെറിയ ഒരു ചേഞ്ച് കൂടി ഉണ്ടാവും. പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന പേര് തന്നെയായിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുക. അപ്പൊ എന്തുതന്നെയല്ലേ, നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ബറോസ് എന്ന് പറയുന്ന സിനിമ ആദ്യ ദിവസം 3,45,00,000 രൂപ മാത്രമാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയത്. 2ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ 1,60,00,000 രൂപയായിട്ട് ചിത്രത്തിന്റെ കളക്ഷൻ വലിയ കാര്യമായിട്ട്, അതായത് 50% താഴോട്ട് വീഴുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. 3ാം ദിവസത്തേക്ക് വരുന്ന സമയത്ത്, അതായത് ശനിയാഴ്ച, ശരിക്കും പറഞ്ഞാൽ ചിത്രത്തിന്റെ കളക്ഷൻ കൂടേണ്ടതാണ്. വലിയ പരാജയം ഏറ്റുവാങ്ങുന്ന സിനിമകൾക്ക് മാത്രമാണ് ശനിയാഴ്ചയിലേക്ക് വരുമ്പോൾ കളക്ഷൻ താഴുന്നത് കാണുന്നത്. ശനിയാഴ്ച വരുമ്പോൾ 1,10,00,000 രൂപ മാത്രമായിട്ട് സിനിമയുടെ കളക്ഷൻ ചുരുങ്ങുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് ആകെ, അതായത് 3 ദിവസം കഴിയുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ 6,20,00,000 രൂപ മാത്രമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. വേൾഡ് വൈഡായിട്ട് മിഡിൽ ഈസ്റ്റിലെ കണക്കുകൾ ലഭ്യമായിട്ടില്ല എന്നുള്ളത് കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. വേൾഡ് വൈഡായിട്ട് മിഡിൽ ഈസ്റ്റ് കൂടാതെ 11,30,00,000 രൂപ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ വരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യ ദിവസം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള കണക്കുകൾ പുറത്തു വന്നാൽ തന്നെ ഈ 11,30,00,000 രൂപ എന്നുള്ളത് 15 കോടിയിലേക്ക് അധികം പോവില്ല എന്നുള്ളൊരു കാര്യം കൺഫേം ആയിട്ട് തന്നെ പറയാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് 80 കോടി എന്ന് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. സിനിമയുടെ ബഡ്ജറ്റ് കൃത്യമായിട്ട് അറിയത്തില്ല. എന്തിനേലും 100 കോടിയോളം ബഡ്ജറ്റ് വരുമെന്നാണ് തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ എത്രയാണ് ബഡ്ജറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും 100 കോടി അല്ലെങ്കിൽ 80 കോടി കൂട്ടിയാൽ പോലും ഈ ഒരു സിനിമ എങ്ങനെ പോയാലും ഒരു 70 കോടിക്ക് മുകളിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള സിനിമയായിട്ടാണ് ഇതുവരെയുള്ള കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇനിയിപ്പോൾ ഇന്ന് മുതൽ നാളെ മുതലൊക്കെ വലിയ കാര്യമായിട്ട് സിനിമ തിരിച്ചു കയറി വന്നാൽ മാത്രമാണ് ഈ പറഞ്ഞ നഷ്ടത്തിൽ നിന്നെങ്കിലും എന്തെങ്കിലും അല്പം മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. തിയേറ്ററിൽ അൻപേ പരാജയം എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് കണക്കുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പടം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് നമുക്ക്, ഫൈനൽ റിസൾട്ട് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പോക്ക് വച്ചിട്ട് ഈ ഒരാഴ്ച പൂർണ്ണമായിട്ടും 1 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസ് കണക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന്. ഇപ്പോൾ 1,10,00,000 രൂപ ഇന്നലെ കിട്ടിയെന്ന് പറയുമ്പോൾ ഞായറാഴ്ച ഏകദേശം ഒരു 1,30,00,000 രൂപ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. മാക്സിമം എനിക്ക് അതാണ് തോന്നുന്നത്, ഞായറാഴ്ചയുടേതായിട്ടുള്ള കുറച്ച് കൂടുതൽ. അതിനുശേഷം വർക്കിംഗ് ഡേയ്സിലേക്ക് വരുമ്പോൾ 1 കോടിക്ക് മുകളിൽ പിടിച്ചു നിർത്താൻ സിനിമയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് വലിയൊരു ചോദ്യം വരുന്നത്. 1 കോടിക്ക് മുകളിൽ പിടിച്ചു നിർത്താൻ സിനിമയ്ക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആശ്വാസജനകമായിട്ടുള്ള ഒരു കണക്ക് ഫൈനലിൽ വരുമ്പോൾ കാണാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു റെക്കോർഡ് ആ സിനിമ നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ വരുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.